ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് ഡ്രൈ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിതാ 1 kg ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലായിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മസാല പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത് 1/4 കപ്പ് അളവിൽ വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 1 വിസിലും ലോ ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. പിന്നെ ബീഫ് ഒരു 80% വേവ് ആയാൽ മതി. ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. ശേഷം ബീഫ് ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ എടുക്കാവുന്നതാണ്. പെരുംജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ബീഫ് മസാല എടുക്കാവുന്നതാണ്. 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര്, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ബീഫ് വേവിച്ചെടുത്ത വെള്ളം 3 ടേബിൾ സ്പൂൺ. ഇനി ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. ബീഫ് നന്നായി പാകം വന്നതാണെങ്കിൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, പൊടിഞ്ഞു പോകും. അപ്പോൾ ബീഫ് കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ 80% തന്നെ വേവിച്ചെടുക്കാൻ നോക്കണം. ഇപ്പോൾ മസാല ബീഫിൽ നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് മാക്സിമം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിൽ പാനിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ബീഫ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വേണം ഇടാൻ, അല്ലെങ്കിൽ ഒട്ടിച്ചേർന്നിരിക്കും. ലോ ടു ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. 4 മിനിറ്റിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഫ്രൈ ആകാതെയും നോക്കണം, അല്ലെങ്കിൽ ഓവർ ക്രിസ്പി ആയി പോകും. ഇപ്പോൾ ബീഫ് കംപ്ലീറ്റ് ആയി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ശേഷം ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. 1/2 മിനിറ്റിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.